ഈ ക്രൈസ്തവ സഹോദരി ആൾ കൊള്ളാട്ടോ, പുലിയ. ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ ക്രൈസ്തവ സഹോദരി എന്ന് പറയുന്നത് വെച്ചാൽ, വേണമെങ്കിൽ എനിക്ക് സഹോദരി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ക്രൈസ്തവ സഹോദരി എന്ന് ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ക്രിസംഗി ജെറുസലേം റീന എന്ന് പറഞ്ഞൊരു ക്രിസംഗി ഉണ്ടല്ലോ, അതിപ്പോൾ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നോ അഡ്രസ്സ് ഇല്ല, അത് വേറെ. ആ ക്രിസംഗി വെച്ച് നോക്കുമ്പോൾ ഈ ക്രൈസ്തവ സഹോദരി ഈ സംഖ്യയുടെ അണ്ണാക്കിലേക്ക് അങ്ങ് അടിച്ച് തള്ളി കയറ്റി കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രൈസ്തവ സഹോദരി എന്നങ്ങോട്ട് എടുത്തു പറയാൻ കാരണം. പുലിയ ഒന്ന് എടുത്ത് നോക്കണം. പൊളിച്ചിരിക്കണം. നമ്മൾ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ളവരാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കി. ഹലോ, ഹായ് എവരിവൺ, ഞാൻ നിധി. 2011 ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ധൈര്യം, ബലം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയായിരുന്നു. 5 പേരടങ്ങിയ ഈ സുഹൃത്തുക്കൾ എല്ലാ വ്യാഴാഴ്ചയും വീടുകളിൽ ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടും. ഇവരുടെ ചർച്ചകൾ കേൾക്കാൻ നല്ല രസമായിരുന്നു. പഴയ കുസൃതികളും കളിയും തമാശയും കോളേജ് ജീവിതമൊക്കെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. എന്നാൽ 2014 മോദി സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം ഇവരുടെ ചർച്ചയുടെ ടോപ്പിക്കുകൾ മാറി തുടങ്ങി. രാഷ്ട്രീയം വന്നു. ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ വാഗ്വാദങ്ങൾക്ക് വഴിതെളിച്ചു. എന്തിനു പറയുന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പരസ്പരം പേര് വിളിച്ചിരുന്നവർ സംഘീന്നും ക്രിസംഘീന്നും സുഡാപ്പീന്നും കമ്മീന്നും ഒക്കെ വിളിക്കുവാൻ തുടങ്ങി. വളരെ കുറച്ച് നാളുകളെ എടുത്തുള്ളൂ ഇവർ ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെയായി ചേരിതിരിയുവാനായി. അങ്ങനെ ആ സൗഹൃദ സംഘം വേർപിരിഞ്ഞു. ഇത് ദൂരെ നിന്ന് ഒരു ചെറിയ ഭയത്തോടെ കണ്ട എനിക്കറിയാമായിരുന്നു ഈ വിള്ളലുകൾ അധികം താമസിയാതെ തന്നെ ഒരു രാഷ്ട്രത്തിലേക്ക് മുഴുവൻ പടർന്നു പന്തലിക്കുമെന്ന്. എൻ്റെ ഭയം അസ്ഥാനത്തായില്ല. ഇതിനെതിരെയുള്ള രാഷ്ട്രീയമാണ് എമ്പുരാൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഒരാശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മലയാളികൾക്ക് ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള സത്യം അതിൽ വെളിവാകുന്നുണ്ട്. മല്ലിക സുകുമാരനോട് മരുമോളെ നിയന്ത്രിക്കാൻ പറഞ്ഞ രാഷ്ട്രീയ നേതാവിനോട് ചോദിക്കട്ടെ, 5 മിനിറ്റ്, വെറും 5 മിനിറ്റെങ്കിലും സുപ്രിയയോട് സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇന്നത്തെ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. അവർക്ക് കൃത്യമായ നിലപാടുകളുമുണ്ട്. അവരത് വിളിച്ചു പറയുമ്പോൾ അവരെ അർബൻ നക്സൽ എന്നൊക്കെ വിളിച്ച് നിങ്ങൾ ചീത്ത വിളിക്കുകയല്ല വേണ്ടേ. നിങ്ങളുടെ പോളിസീസ് മാറ്റാൻ ശ്രമിക്കൂ. കാരണം സുഹൃത്തെ, ഇത് കേരളമാണ്, ഇത് മലയാളികളാണ്. ഞങ്ങൾക്കറിയാം, മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ഞങ്ങളുടെ രാജ്യത്തെ വിഭജിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒറ്റിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തലച്ചോറിൽ ചാണകം കയറിയിട്ടില്ല. ശരിയാണ്, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ മനുഷ്യത്വവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും BJP എന്ന സംഘത്തിനും മുകളിലാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അവ ഞങ്ങൾക്ക് തെറ്റി. മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ മണിക്കൂറുകളെ എടുത്തുള്ളൂ 100 കോടിയുടെ സഹായധനവുമായി ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റുകൾ പുറപ്പെടുവാൻ വേണ്ടി. എന്നാൽ വയനാട്ടിൽ പ്രളയം കാരണം ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിന്നപ്പോൾ വന്ന ഫ്ലൈറ്റുകളുടെ ഹെലികോപ്റ്ററിന്റെ ബില്ല് കൃത്യമായി കേന്ദ്രത്തിൽ നിന്നും നമുക്ക് അയച്ചു കിട്ടി. ആശാ വർക്കേഴ്സ് അവിടെ സമരം ചെയ്തപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് പകരം അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാനാണ് സർ ഞങ്ങളുടെ MP വന്നത്. ഞങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ പൊളിറ്റിക്സ് ഈ സിനിമയിൽ കൃത്യമായി മുരളി ഗോപി വരച്ചു കാണിക്കുന്നുണ്ട്. 2013 ഇറങ്ങിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധികയായി മാറിയത്. കൃത്യമായി നിലപാടുള്ള മനുഷ്യനാണ്. സത്യം വിളിച്ചു പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ മലയാളികൾ മുഴുവൻ നിൽക്കുന്നുള്ളതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ എമ്പുരാൻ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 500 കോടി വരെ എത്തും കളക്ഷൻ എന്നാണ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻ. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് കാണാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഈ രാജ്യത്തിന് വെളിയിൽ നിൽക്കുന്ന മലയാളികളും പേടിക്കുന്ന ഒരു വർഗീയ ശക്തിക്ക് എതിരെയുള്ള മൂവി ആയതുകൊണ്ടാണ്. ആകാശത്ത് നിന്നും ഉൽക്ക വീണല്ല ഗോത്രയിൽ തീപിടുത്തമുണ്ടായ ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം സാറേ. അതുകൊണ്ട് തന്നെ മലയാളികളാണ് സഹ്യനൊപ്പം ഉയർന്നു നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് വർഗീയതയ്ക്കെതിരെ പൊരുതാൻ കഴിവുള്ളവരാണ്. നിങ്ങളെ എത്ര പറഞ്ഞ് പേടിപ്പിച്ചാലും ഞങ്ങളുടെ മിടുക്കുള്ള നട്ടിലുള്ള ആൺകുട്ടികൾ പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ വോയിസ് ആണ് നിങ്ങൾ അവിടെ കേട്ടത്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമേ പറയാനുള്ളൂ. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ കേരളീയരാണ്, ഞങ്ങൾ മതത്തിനും മുകളിൽ രാഷ്ട്രത്തിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കാണുന്നതാണ്. അനിൽ ആന്റണിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വോട്ട് ബാങ്ക് നേടാമെന്ന് വിചാരിച്ചെങ്കിൽ നോ. ഞങ്ങൾക്ക് ഇടതും വലുതുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നടുകഷ്ണം ഞങ്ങൾ ആർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഭാരതം എന്ന വലിയ രാഷ്ട്രത്തിന്റെ അങ്ങേയറ്റത്തൊരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ ഞങ്ങൾ മലയാളികൾ തിരിച്ചറിവുള്ളവരാണ്, തലച്ചോറിൽ ആൾതാമസമുള്ളവരാണ്. അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി.